ഇവിടെ പോറ്റീരെ ഭാര്യയെ കൊന്നിട്ടിരിക്കണം എന്ന് പറഞ്ഞത്. നിങ്ങളെ കാണാൻ പോലീസ് സമ്മതിച്ചില്ലല്ലേ? കാണാനൊന്നും പോയില്ല നമ്മള്. നിങ്ങളുടെ നാട്ടിലൊരു വലിയ സംഭവമായി പോയില്ലേ? ഒരിക്കലും നടക്കാത്ത സംഭവമാണ് മെനിങ്ങാന്ന് നടന്നത്. പരിചയമില്ല. അവര് പുറത്തൊന്നും ഇറങ്ങില്ല, കഥ അടച്ച് അകത്തിരിക്കുകയുള്ളൂ, അല്ല പുറത്തൊന്നും ഇറങ്ങില്ല. നമ്മളിവിടെ ആ സമയത്ത് ഒരു 12 മണി ആവില്ല, 12 മണിയാവും. ഇവിടെ എത്ര നാളായി താമസിക്കുന്നുണ്ട് പൂജാരി? ഇവിടെ പൂജാരി ഇവിടെ വന്നിട്ട് 25 വർഷമായി. വൈഫിനെ കൊണ്ട് വന്നിട്ട് എത്ര നാളായി? 9 വർഷമാവും. 9 വർഷത്തോളാവും. വളരെ 9-10 തന്നെ. ദാമ്പത്യമൊക്കെ വളരെ സൗഹൃദപരമായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തിന് ഇവിടെ നിന്നുള്ള വരുമാനം തന്നെയാണ് ഉള്ളത്. ഈ പ്രഭാതിയുടെ ഫോട്ടോ വെളിവിട്ടപ്പോൾ ഇദ്ദേഹത്തെ നിങ്ങൾ ഇതിനു മുമ്പിട്ട് ഇവിടെ കണ്ടിട്ടുണ്ടോ? ഒരു രീതിയിലും കണ്ടിട്ടില്ല. ഇല്ല. അന്നേരം ഈ ജംഗ്ഷനിലൊക്കെ ആളുള്ളതില്ലേ? എന്നിട്ടും ഈ അദ്ദേഹം വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ആരും ശ്രദ്ധപ്പെട്ടിട്ടില്ല. നമ്മൾ ആ സമയത്തൊന്നും ഇവിടെ ഇല്ലല്ലോ. ഇല്ല. എന്നാലും ഈ 9 മണി സമയമൊക്കെ അമ്പലത്തിൽ അത്യാവശ്യം ആളുകളൊക്കെ ഒരു സമയമില്ലേ? ഇല്ല. അന്ന് സാധാരണ ഈ ചിലപ്പോഴൊക്കെ ആൾ കാണാം ഇവിടെ. ആ തിണ്ണയിലുണ്ടല്ലോ, അതുകൊണ്ട് ആ തിണ്ണയിൽ ഒരാൾ കാണും. എന്താ ഇരിക്കുന്ന എന്താ അവിടെ ഒരാൾ, അയാൾ അവിടെ കിടക്കും, വേറൊരാൾ അവിടെ ഇരുന്ന് പേപ്പർ വായിക്കും. ഇതൊക്കെ സാധാരണ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അന്നത്തെ ദിവസം അവർ രണ്ടുപേരും ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ ഞാനൊരു 10:30 മണിക്ക് ഞാൻ വണ്ടിയിൽ ഇവിടെ വരുമ്പോൾ ഇവിടെ ആരുമില്ല. ഞാൻ അങ്ങ് തിരിച്ച് വീട്ടിൽ പോയി. കൊലപാതകം നടന്ന് പൂജാരി വിളിച്ച് പറയുമായിരുന്നോ അതോ? അല്ല, അങ്ങനെ പറഞ്ഞില്ല. പിന്നെ ഒരു 11:45 തോന്നുന്നു. അതിന് 12-നും ഇടയിൽ, 12 ആയില്ല, എന്നെ ഒന്ന് വിളിച്ചു. പ്രസിഡന്റ് ഇവിടെ വരെ വന്ന് കേട്ടു. ഉടനെ വന്നു. വന്നപ്പോഴത്തേക്ക് ഇവിടെ ആളുകളൊക്കെ കൂടി നിൽക്കുന്നു, പോറ്റി ആ വാതിലിൽ നിൽക്കുന്നു. ശേഷം പൂറ്റിയുമായി എന്തെങ്കിലും ചോദിച്ചാൽ? ഒന്നും ചോദിച്ചില്ല. ചോദിക്കാൻ നമുക്ക് മനസ്സ് വരുന്നില്ല. ആളുകളെല്ലാം കൂടി നിൽക്കുന്നു. അപ്പോഴത്തന്നെ പോലീസിനെയൊക്കെ വിളിച്ച് അപ്പോഴത്തന്നെയൊക്കെ പോലീസ് വന്നു. അതെല്ലാം ആളായി. പിന്നെ അവിടെ അദ്ദേഹത്തിന് പിന്നെ ഇങ്ങോട്ട് വെളിയിലില്ലല്ലോ, അദ്ദേഹം അകത്ത് തന്നെയായിരുന്നു. പ്രിയമുള്ളവരെ നമസ്കാരം. കഠിനംകുളം ആതിരയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത 24 ചെയ്തിരുന്നു. ഈ കഠിനംകുളം ആതിരയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആതിരയ്ക്ക് വലിയ പഴികൾ കേൾക്കേണ്ടി വന്നു. അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ അടക്കം വളരെ മോശകരമായ രീതിയിൽ ആതിരയെ ചിത്രീകരിക്കുകയുണ്ടായി. എന്തായാലും ഈ വിഷയത്തിൽ ആതിര മാത്രമാണോ കുറ്റക്കാരി, അല്ലെങ്കിൽ ആതിരയുടെ ഭർത്താവായ പോറ്റി രാജീവ് കുറ്റക്കാരനാണോ, അവരുടെ വീട്ടുകാർ കുറ്റക്കാരാണോ എന്നൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. തീർച്ചയായും പുറത്തു വരുന്ന രേഖകൾ അനുസരിച്ച് ആതിര മാത്രമല്ല ഈ വിഷയത്തിൽ കുറ്റക്കാരി എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം ആതിര ഈ വിവരങ്ങളൊക്കെ സ്വന്തം ഭർത്താവിനോട് പറയുകയും സ്വന്തം വീട്ടുകാരോട് പറയുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അവരാരും ഈ വിഷയം അത്ര ഗൗരവകരമായി എടുത്തില്ല എന്നതാണ് ആതിരയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് യാതൊരു തർക്കവുമില്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാം വഴി റീലുകളുടെയും അങ്ങനെ പരസ്പരം ആ റീലുകൾ കൊളാബ് ചെയ്തുകൊണ്ട് അവർ സൗഹൃദം ഉണ്ടാകുകയും സൗഹൃദം പിന്നെ പ്രണയത്തിലേക്ക് കലാശിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായി. ഇതിൻ്റെ പ്രതിയായ ജോൺസൺ നേരത്തെ വിവാഹിതനായിരുന്നു. ആ വിവാഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പല പ്രശ്നങ്ങളുടെ പേരിൽ ഡിവോഴ്സിൽ ആകുകയും ഈ ആതിരയുമായി വളരെയധികം സൗഹൃദം സ്ഥാപിക്കുകയും ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യുകയും പിന്നീട് അവർ പ്രണയമാകുകയും പ്രണയത്തിനൊടുവിൽ ആതിര തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്നുള്ള ആവശ്യം ജോൺസൺ മുന്നോട്ട് വെക്കുകയും ചെയ്തു. അപ്പോൾ അത് നടക്കില്ല എന്ന കാര്യം തീർച്ചയായും ആതിര ഈ ജോൺസണോട് പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആതിരയുടെ ഭർത്താവായ പോറ്റി രാജീവിനോട് ഈ കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം ആ കാര്യം ഗൗരവതരമായി എടുക്കുവാൻ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ജോൺസൺ എന്ന വ്യക്തി ആതിരയുടെ കുടുംബക്കാരുമായി ഈ വിഷയം സംസാരിച്ചു. പക്ഷേ അവരാരും ഇത്തരത്തിൽ ആതിര ജോൺസണൊപ്പം പോകുന്നതിനെപ്പറ്റി യാതൊരു സമ്മതവും മൂടിയില്ല. ആ കാര്യം തന്നെ ആതിര ജോൺസണോട് നിരന്തരം പറയുകയുണ്ടായി. ആതിരയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്ന രീതിയിൽ അദ്ദേഹം ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നു. പക്ഷേ ആതിര പോകാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ആതിരയുമായുള്ള പക കൂടുതൽ വർദ്ധിച്ചു വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആതിരയെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന ഒരു തീരുമാനത്തിലേക്ക് ജോൺസൺ എത്തിച്ചേരുകയാണ് ചെയ്തത്. എന്തായാലും നമ്മളിത് പറയുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം, പുരുഷനെ സംബന്ധിച്ചോളം ഒക്കെ അവരുടെ ദാമ്പത്യത്തിൽ സെക്സ് ഒരു അടിസ്ഥാന ഘടകം തന്നെയാണ്. പക്ഷേ അത് എത്രത്തോളം ആതിരയ്ക്ക് കിട്ടി എന്നുള്ളത് വളരെ സംശയകരമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പോറ്റിയായ ആതിരയുടെ ഭർത്താവ് രാജീവ് വെളുപ്പിനെ 4 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങും. അമ്പലത്തിൻ്റെ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി വീട്ടിലേക്ക് കടന്നു വരുന്നു. പിന്നീട് 4 മണിക്കും 3 അദ്ദേഹം 9 മണിക്ക് കടന്നു വരുന്നു.
ബാക്കി എല്ലാ ദിവസങ്ങളിലും അദ്ദേഹം ഇങ്ങനെ ഒരു ദിവസത്തിൽ 365 ദിവസം ഉണ്ടെങ്കിൽ 365 ദിവസം പൂജ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളായി മുന്നോട്ട് പോകുന്നു. അപ്പോഴാണ് മനുഷ്യന് ഇല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് കിട്ടേണ്ടതായ പരിഗണനയോ സ്നേഹമോ പരിലാളനമോ ആതിരയ്ക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അപ്പോൾ അവൾ ആശ്രയിച്ചിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലോ സോഷ്യൽ മീഡിയയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഒരു ജോൺസൺ എന്ന സുഹൃത്തിനെ കിട്ടുന്നു. ആ സുഹൃത്തിനുമായുള്ള സൗഹൃദം പിന്നീട് പ്രണയമായി അത് ദാമ്പത്യ ജീവിതം തകർക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോഴും തൻ്റെ ഭർത്താവായ രാജീവിനെ ഉപേക്ഷിച്ചു മകനെ ഉപേക്ഷിച്ചു പോകാനോ അതിന് തയ്യാറായില്ല. പക്ഷേ ഈ കാര്യങ്ങൾ വേണ്ട രീതിയിൽ രാജീവിനോട് ബോധിപ്പിച്ചപ്പോൾ പോലും രാജീവ് അതിനകത്തൊരു ശക്തമായ ഇടപെടൽ നടത്തിയില്ല എന്നുള്ളത് വളരെ ദുഃഖകരം തന്നെയാണ്. ഈ വിഷയത്തിൽ നമ്മൾ നാട്ടുകാരായി അന്വേഷിച്ചപ്പോഴും ഈ പറയുന്ന രാജീവിനോട് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും ജോൺസനെ പറ്റി ആദ്യം ഒന്നും പ്രതികരിച്ചതുപോലുമില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ തീർച്ചയായും ഒരു സ്ത്രീക്ക് കിട്ടേണ്ട പരിഗണനയും പരിലാളനയും സ്നേഹവും ഒന്നും രാജീവിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് ഈ വിഷയത്തിൽ. എന്തായാലും ജോൺസൺ എന്ന കൊലയാളി പെരുമാന്ത്രയിൽ ലോഡ്ജ് എടുക്കുന്നു, ലോഡ്ജിൽ താമസിക്കുന്നു. അതിനുശേഷം രാവിലെ വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ കഠിനംകുളത്ത് വന്ന് ആതിരയുമായി സംസാരിക്കുന്നു, വാക്കുതർക്കമുണ്ടാകുന്നു, ഇറങ്ങി വരണമെന്ന് പറയുന്നു. അവസാനം ആസൂത്രിതമായി തൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന കത്തി ഉപയോഗിച്ച് വളരെ മാരകമായ രീതിയിൽ കിടപ്പറയിൽ വെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പുതിയ തെളിവുകൾ വരുമ്പോൾ തീർച്ചയായും ഈ കാര്യത്തിൽ ആതിരയുടെ വീട്ടുകാർക്ക് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ അറിയായിരുന്നു. ആതിരയുടെ ഭർത്താവായ രാജീവിനറിയായിരുന്നു. അവർ ഈ കാര്യം പോലീസിനോടോ മറ്റു കാര്യങ്ങളോ സംസാരിക്കാത്തതും നാട്ടുകാരോട് സംസാരിക്കുന്ന ഈ വിഷയത്തിൽ ശക്തമായ രീതിയിൽ ഒരു ഇടപെടൽ നടത്താത്തതും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആതിരയ്ക്ക് ഒരു ദുരൂഹനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ആതിരയെ കുറ്റക്കാരാണെന്ന് സമൂഹം പറയുമ്പോൾ തന്നെ ആതിരയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഭർത്താവിൽ നിന്നും വീട്ടുകാരിൽ നിന്നും കിട്ടിയില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ അവസ്ഥയായി നിലനിൽക്കുകയാണ്. 365 ദിവസം പൂജാതി കർമ്മങ്ങൾ പോകുമ്പോൾ അവൾ കുളിച്ചോ അവൾ ഉറങ്ങിയോ അവൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ അവൾക്ക് ജീവിതത്തിൽ കിട്ടേണ്ട എന്തെങ്കിലും സുഖസൗകര്യങ്ങൾ അവൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് പോലും അന്വേഷിക്കുവാൻ ഭർത്താവ് എന്ന രീതിയിൽ രാജീവ് തികച്ചും പരാജിതനായിരുന്നുള്ള യാതൊരു തർക്കവുമല്ല. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി വളരെയധികം ആളുകളുമായി സൗഹൃദം കൂടുകയും പിന്നീട് ആ സൗഹൃദം പ്രണയത്തിലേക്കും പ്രണയത്തിൽ നിന്ന് വീണ്ടും അത് ഇത്തരത്തിലുള്ള ലൈംഗികമായ കാര്യങ്ങളിലേക്കും പോകുന്നു. അവസാനം ഇത് കിട്ടാതെ വരുമ്പോൾ ആ വൈരാഗ്യമാകുന്നു, വൈരാഗ്യം പിന്നീട് മൂർച്ഛിക്കുന്നു, ആ വൈരാഗ്യം ഉള്ളിൽ കൊണ്ട് നടക്കുകയും അവസാനം ഇവിടെ കൊലപാതകത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഈ നാട്ടിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. ഇത്തരം സാഹചര്യത്തിൽ നമ്മുടെ സമൂഹം വളരെയധികം നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരായാലും ചെറുപ്പക്കാരികളും യുവക്കളും ഈ കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് കൂടുതൽ ഊഷ്മളത പകരുവാൻ കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ മുന്നോട്ട് വരണം. അത്തരത്തിലുള്ള ശുഭകരമായ കാര്യങ്ങൾ കേരളത്തിൽ സംഭവിക്കട്ടെ. ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.